ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. എയ്ഡ്സിനെ പറ്റി കൃത്യമായ ശാസ്ത്രീയ അറിവുകൾക്കുപരി മിഥ്യാധാരണകളാണ് സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നത്. HIV പോസിറ്റീവ് ആവുക എന്നാൽ ഒരു വൈറസ് ബാധയാണെന്നും എയ്ഡ്സ് എന്നത് അതിൻ്റെ അവസാന ഘട്ടമാണെന്നും ഇന്നും പലർക്കും അറിയില്ല. HIV ബാധിക്കപ്പെട്ടാൽ അത് നേരിട്ട് എയ്ഡ്സ് എന്ന രോഗാവസ്ഥയിലേക്ക് എത്തുന്നില്ല. HIV ബാധ നേരിട്ട് മരണത്തിന് കാരണമാവുകയില്ല എങ്കിലും കാലക്രമേണ മനുഷ്യനിലെ രോഗപ്രതിരോധ ശേഷി നശിക്കുകയും അതുവഴി എയ്ഡ്സ് എന്ന അവസ്ഥയിലേക്ക് എത്തുകയും തൽഫലമായി എളുപ്പത്തിൽ അസുഖങ്ങൾ ബാധിക്കപ്പെടുകയും അത് ഗുരുതരവും സങ്കീർണമാവുകയും ചെയ്യും. അതുവഴി മരണം വരെ സംഭവിക്കാം. എന്നാൽ ഈ അവസ്ഥയിലേക്ക് പോവാതെ നോക്കാനുള്ള മികച്ച ചികിത്സ ഇന്ന് ലഭ്യമാണ്. തുടക്കത്തിൽ തന്നെ ശാരീരിക ലക്ഷണങ്ങളിലൂടെ HIV ബാധ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. 2 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന പനി, ജലദോഷം പോലെയുള്ള വളരെ സാധാരണമായ ലക്ഷണങ്ങൾ മാത്രമാവും കാണപ്പെടുക. പക്ഷേ HIV വൈറസ് രോഗിയുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി നിശബ്ദമായി തകർക്കുന്നുണ്ടാകും. HIV പിടിപെടാനുള്ള ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നുപോയി എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക എന്നതാണ് ഇൻഫെക്റ്റഡ് ആവാതെ നോക്കാനുള്ള ഏക മാർഗം. മറ്റ് വൈറസിനെ പോലെ തന്നെ HIV-ക്കും ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. 6 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഇൻക്യുബേഷൻ പീരീഡിൽ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫലം കൃത്യമാവണമെന്നില്ല. അതിനാൽ ഇത്തരം സാഹചര്യത്തിൽ കൃത്യമായി ആശുപത്രിയെ സമീപിക്കുക എന്നത് അനിവാര്യമാണ്. മറ്റേത് പകർച്ചവ്യാധിയേക്കാളും സമൂഹത്തിൽ വേഗതയിലും എളുപ്പത്തിലും പടരുന്ന ഒന്നാണ് തെറ്റിദ്ധാരണകൾ. എയ്ഡ്സിനെ പറ്റിയും യാഥാർത്ഥ്യങ്ങൾക്കുപരി ഇന്ന് നിലനിൽക്കുന്നത് പലതും തെറ്റിദ്ധാരണകളാണ്. ചില ലൈംഗിക ആഭിമുഖ്യമുള്ളവരിൽ മാത്രമേ എയ്ഡ്സ് കാണപ്പെടാറുള്ളൂ എന്നതാണ് അതിൽ പ്രധാനം. മനുഷ്യർക്കിടയിൽ വേർതിരിവുകൾ പലതുമുണ്ടെങ്കിലും വൈറസുകളുടെ കാര്യത്തിൽ അത്തരമൊരു സ്വഭാവമില്ല. വൈറസ് ബാധയ്ക്കുള്ള സാധ്യത ഏതൊരു മനുഷ്യനിലും തുല്യമാണ്. മറ്റൊന്ന് HIV ബാധ ഗർഭധാരണത്തെ ബാധിക്കുമെന്നതാണ്. HIV ഒരു തരത്തിലും ഗർഭധാരണത്തെ ബാധിക്കുകയില്ല. രോഗത്തിന് ചികിത്സയില്ല എന്നതും HIV പോസിറ്റീവായാൽ ജീവിതം അവസാനിച്ചു എന്നതും സത്യമല്ല. എയ്ഡ്സ് ആദ്യമായി പടർന്നു പിടിച്ച സമയങ്ങളിൽ ചികിത്സയുടെ അഭാവം ഉയർന്ന മരണനിരക്കിന് കാരണമായിരുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ്. കൃത്യമായ ചികിത്സ നടത്തുകയാണെങ്കിൽ എയ്ഡ്സ് എന്ന രോഗാവസ്ഥയിലേക്ക് പോവാതെ നോക്കാം. HIV പോസിറ്റീവായാൽ അതിനുള്ള ചികിത്സയ്ക്കും സമൂഹത്തിൽ കൃത്യമായ അവബോധം സൃഷ്ടിക്കാനും കേരള സർക്കാരിൻ്റെ വിവിധ സേവനങ്ങൾ നിലവിൽ ലഭ്യമാണ്. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ സുരക്ഷ, ജ്യോതിസ്, പുലരി, ഉഷസ് എന്നീ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന പല സേവനങ്ങളും ഇന്ന് ലഭ്യമാണ്. ജ്യോതിസ് പ്രോഗ്രാമിൽ സർക്കാർ ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, ജനറൽ ആശുപത്രികൾ തുടങ്ങിയ സർക്കാർ ആശുപത്രികളിൽ HIV ടെസ്റ്റ്, കൗൺസിലിംഗ് എന്നീ സേവനങ്ങൾ ലഭ്യമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമോ സ്വന്തം ഇഷ്ടപ്രകാരമോ ഈ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താം. വ്യത്യസ്തമായ ലൈംഗിക ആഭിമുഖ്യമുള്ളവരിൽ HIV പടരാതിരിക്കാനുള്ള മാർഗങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതിയാണ് സുരക്ഷ. നിലവിൽ HIV പോസിറ്റീവായിട്ടുള്ളവർക്ക് മികച്ച ചികിത്സ നൽകുക, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നീ സേവനങ്ങൾ നൽകുന്ന പ്രോഗ്രാമാണ് ഉഷസ്. HIV-യെ പറ്റിയുള്ള മിഥ്യാധാരണകൾ ഒഴിവാക്കാനും കൃത്യമായ അവബോധം സൃഷ്ടിക്കാനും ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന സേവനവും ലഭ്യമാണ്. ഈ സർക്കാർ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ യാതൊരുവിധ മടിയും കാണിക്കേണ്ടതില്ല. HIV ഒരു കുറ്റമായി കാണേണ്ടതുമില്ല. ജിമ്മുകളിലെ ഉപകരണങ്ങളുടെ പൊതുവായ ഉപയോഗം, ഷെയ്ക്ക് ഹാൻഡ് നൽകുന്നത്, സംസാരിക്കുന്നത്, കെട്ടിപ്പിടിക്കുന്നത് അതുവഴിയൊന്നും HIV പടരില്ല. HIV ബാധിതരെ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തുന്നത് അത്യന്തം മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ്. പലകുറി പറഞ്ഞതാണെങ്കിലും വീണ്ടും പറയേണ്ടി വരുന്നത് സമൂഹത്തിൻ്റെ മാറാത്ത മനോഭാവം കൊണ്ട് മാത്രമാണ്.